കഥ കമീലയുടെ തീരുമാനം. എഴുതിയത് വി പക്കിരിസ്വാമി. കന്തൂരി അടുത്തെത്തുമ്പോൾ ഈ ഗ്രാമത്തിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും ജനങ്ങൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ പോലും എത്തിച്ചേരും. ഇന്നാണ് ചന്ദനക്കൂട് ഘോഷയാത്ര. റാവുത്തർ പാവയുടെ ചന്ദനക്കൂട് കാണാനായി ചെന്നൈയിൽ നിന്ന് ആയിഷയുടെ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൂട് കാണാൻ പോകണമെന്നറിയാമല്ലോ. ഡ്രൈവർ ചെല്ലപ്പാവയോട് വൈകുന്നേരത്തേക്കേ വരാൻ പറയണം. ആയിഷ അകത്തെ മുറിയിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മുൻ വരാന്തയിൽ പത്രം വായിച്ചു കൊണ്ടിരുന്ന ഇബ്രാഹിം ശരി ശരി അറിയാം, പറഞ്ഞേക്കാം എന്ന് മറുപടി നൽകി വീണ്ടും പത്രവായനയിൽ മുഴുകി. കടൽ തീരത്തോട് വളരെ അടുത്തുള്ള ഇബ്രാഹിമിൻ്റെ വീട് അന്ന് ഉത്സാഹഭരിതമായിരുന്നു. ചെന്നൈയിൽ നിന്നെത്തിയ ബന്ധുക്കളുടെ കുട്ടികളോടൊപ്പം ഇബ്രാഹിമിൻ്റെ മക്കളും വീട്ടുമുറ്റത്തെ മണലിൽ കളിച്ചുകൊണ്ടിരുന്നു. കുട്ടികളുടെ കളിച്ചിരികളും അവിടെ ചിക്കി നടക്കുന്ന കോഴികളുടെ ശബ്ദവും ചേർന്ന് ആ പ്രഭാതം സജീവമായി. അല്പം അകലെയുള്ള കടലിൽ തിരമാലകൾ ഇടയ്ക്കിടെ കരയിൽ അടിച്ചു പൊങ്ങുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. തെങ്ങോലകൾ കാറ്റിൽ ആടിക്കൊണ്ടിരുന്നു. വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രാവുകൾ ചിറകുവീശി അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. മുന്നിലെ മുറിയിൽ ഇബ്രാഹിമിൻ്റെ അമ്മ കമീല കയ്യിൽ തസ്ബീഹ് മണിയുമായി ധ്യാനനിരതയായി ഇരിക്കുകയായിരുന്നു. മുറിയുടെ ഒരു മൂലയിൽ വച്ചിരുന്ന ടെലിവിഷനിൽ മക്കയിലെ വിശുദ്ധ കാബയെ ചുറ്റി ഭക്തർ തവാഫ് ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു. 80 വയസ്സ് പിന്നിട്ട കമീലയ്ക്ക് ഈ മുറിയും അതിൻ്റെ ശാന്തമായ അന്തരീക്ഷവും ഒരു പ്രത്യേക ആത്മീയാനുഭൂതി സമ്മാനിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് താൻ നേരിട്ട് അനുഭവിച്ച ആ ദൈവിക അനുഭവം ഓർക്കുകയായിരുന്നു അവരപ്പോൾ. ദൈവത്തോട് വളരെ അടുത്തു നിൽക്കുന്നു എന്ന തോന്നൽ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകൂ. കമീലയും അത്തരമൊരു അനുഭവത്തിന് ഉടമയാണ്. കമീലയുടെ മുറിയോട് ചേർന്ന് മുറ്റത്ത് പേരയ്ക്ക, മാതളം, തെങ്ങ് തുടങ്ങിയ മരങ്ങൾ തണൽ വിരിച്ചു നിൽക്കുന്നു. വലിയ കോൺക്രീറ്റ് വീടായിരുന്നെങ്കിലും ഈ മുറി മാത്രം വ്യത്യസ്തമായിരുന്നു. പഴയ വീട് പൊളിച്ച് പുതിയത് പണിതപ്പോൾ പോലും കമീലയുടെ ആഗ്രഹപ്രകാരം ഈ മുറിയുടെ മൺചുവരുകളും ചുറ്റുമുള്ള മരങ്ങളും സംരക്ഷിക്കപ്പെട്ടു. ഇബ്രാഹിമിന് 2 പെൺമക്കളാണ്. മൂത്തവൾ കാരുണ്ണിസ 12ാം ക്ലാസ്സിലും ഇളയവൾ ഖദീജ 8ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇരുവരും നന്നായി പഠിക്കുന്ന കുട്ടികൾ. ഇബ്രാഹിമിൻ്റെ ഭാര്യ ആയിഷയും ചെന്നൈയിൽ നിന്നെത്തിയ സഹോദരിയും ചേർന്ന് ആട്ടിറച്ചി വൃത്തിയാക്കുകയായിരുന്നു. ചെന്നൈയിൽ നിന്നെത്തിയ കുട്ടികൾക്ക് അടുത്തുള്ള വലിയ കുളത്തിൽ നീന്താനും കുളിക്കാനുമായിരുന്നു മോഹം. അവർ കഴിഞ്ഞ രാത്രിയെ കാരുണ്ണിസായുടെ അച്ഛനോട് അനുവാദം ചോദിച്ചിരുന്നു. കുളിക്കുന്നതിന് എനിക്ക് എതിർപ്പില്ല, പക്ഷേ ആഴത്തിലേക്ക് പോയി അപകടത്തിൽ പെടരുത്, അതാണ് എൻ്റെ പേടി എന്ന് ഇബ്രാഹിം പറഞ്ഞു. അവസാനം കുട്ടികളുടെ സന്തോഷവും സുരക്ഷയും കണക്കിലെടുത്ത് അയാൾ തന്നെ അവരെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ കൂവി. കുളത്തിലേക്ക് പോകണമെങ്കിൽ ഏകദേശം 2 കിലോമീറ്ററോളം വയലുകൾക്കിടയിലൂടെ നടക്കണം. അതുതന്നെ ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കുന്നത് പോലുള്ള അനുഭവമായിരുന്നു. വഴിയിലുള്ള ഗ്രാമത്തിൽ താമസിക്കുന്ന മാരിയപ്പൻ്റെ മകൾ മാലതിയും കാരുണ്ണിസായും ഒരേ ക്ലാസ്സിലെ കൂട്ടുകാരികളായിരുന്നു. അവളെയും കൂടെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന് കുട്ടികൾ തീരുമാനിച്ചു. ചെന്നൈയിൽ നിന്നെത്തിയ കുട്ടികൾക്ക് ഗ്രാമത്തിൽ വരുന്നതിൻ്റെ ആനന്ദം കന്തൂരി കാണുന്നതിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഇളനീർ കുടിക്കുക, കുളത്തിൽ കുളിക്കുക, തങ്ങളുടെ തുപ്പട്ട ഉപയോഗിച്ച് മീൻ പിടിക്കാൻ ശ്രമിക്കുക, ഇവയെല്ലാം അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിരുന്നു. കുട്ടികൾ പുറപ്പെടാനിരിക്കുമ്പോൾ ബഷീർ മാമൻ അവിടേക്ക് വന്നു. കുട്ടികൾ അസ്സലാമു അലൈക്കും മാമ എന്ന് പറഞ്ഞ് അവർക്കായി ഒരുക്കിയിരുന്ന വാനിൽ കയറി. ബഷീർ മാമൻ ഗ്രാമത്തിൽ പ്രത്യേക സ്വാധീനമുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ കമീല വളരെയധികം ബഹുമാനിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളും സമീപനവും കാരുണ്ണിസായെ അസ്വസ്ഥയാക്കാറുണ്ടായിരുന്നു. ബഷീർ മാമൻ്റെ മകൾ ഫാത്തിമയും കാരുണ്ണിസായും ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. എന്നാൽ ഫാത്തിമ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവളുടെ പഠനം നിർത്തി വീട്ടിലിരുത്തി.
ഇപ്പോൾ അവളുടെ വിവാഹ ഒരുക്കങ്ങൾ നടക്കുന്നതായി കേട്ടപ്പോൾ കാരുണ്യസയ്ക്ക് വലിയ വിഷമമായി. എങ്ങനെയെങ്കിലും ഫാത്തിമയെ കണ്ട് ഇതെല്ലാം അവളുടെ ഇഷ്ടപ്രകാരമാണോ എന്ന് ചോദിക്കണമെന്ന ആഗ്രഹം അവൾക്കുണ്ടായിരുന്നു. ബഷീർ മാമൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് വർഷങ്ങൾക്കു മുമ്പ് ഇവിടെ വന്നയാളായിരുന്നു. നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഇവിടെ സ്ഥിരതാമസമാക്കി. പിന്നീട് ഒരു മതസംഘടനയിൽ ചേർന്ന് അതിനെ തൻ്റെ മുഴുവൻ സമയ പ്രവർത്തനമാക്കി. അദ്ദേഹം ഇടയ്ക്കിടെ സൗദി അറേബ്യയിലേക്കും ഇന്തോനേഷ്യയിലേക്കും മറ്റും യാത്ര ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഡംബര ജീവിതത്തിനുള്ള പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് ഗ്രാമക്കാർക്കിടയിൽ എപ്പോഴും സംശയമുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബഷീർ മാമൻ കമീലയെ പതിവായി സന്ദർശിക്കാറുണ്ടായിരുന്നു. ഇസ്ലാമിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുമ്പോൾ കമീല ശ്രദ്ധയോടെ കേട്ടിരിക്കും. ബഷീർ മാമൻ്റെ ആശയങ്ങൾ ഗ്രാമത്തിലെ പതിവ് മതാചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒരു ദിവസം അള്ളാഹുവിൻ്റെ നാമം പാടി നടന്നിരുന്ന ഫക്കീർമാരെ ചിലർ തടഞ്ഞ സംഭവം വലിയ വിവാദമായി. ഇത്തരം ആചാരങ്ങൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്നായിരുന്നു ബഷീറിന്റെ നിലപാട്. ദർഗ സന്ദർശിക്കുന്നതും അവിടെ അടക്കം ചെയ്യപ്പെട്ടവരെ ആദരിക്കുന്നതും ഇസ്ലാമിന് വിരുദ്ധമാണെന്നും അങ്ങനെ ചെയ്യുന്നവർ തെറ്റായ വഴിയിലാണെന്നും അദ്ദേഹം പ്രചരിപ്പിച്ചു. സ്ത്രീകൾ വീടിന് പുറത്തു പോകുന്നതിലും വിദ്യാഭ്യാസത്തിലും കടുത്ത നിയന്ത്രണങ്ങൾ വേണമെന്ന് അദ്ദേഹം വാദിച്ചു. ഇതെല്ലാം കേൾക്കുമ്പോൾ കാരുണ്യസായുടെ മനസ്സിൽ ഒരു പേടി വളരുന്നുണ്ടായിരുന്നു. ഒരു നാൾ തൻ്റെ പഠനവും നിർത്താൻ പറയുമോ എന്ന ഭയം. കാരുണ്യസായുടെ സ്വപ്നം ഒരു ഡോക്ടറാകുക എന്നതായിരുന്നു. പക്ഷേ ബഷീർ മാമന്റെ സ്വാധീനം വളരും തോറും ആ സ്വപ്നം അപകടത്തിലാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി. ഒരു ദിവസം ധൈര്യത്തോടെ അവൾ അമ്മൂമ്മയായ കമീലയോട് ചോദിച്ചു, "അത്തമ്മ, ഞാൻ പഠിച്ച് എന്താകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്?" കമീല കുറച്ചു നേരം മൗനമായി നിന്നു. പിന്നെ സാവധാനം പറഞ്ഞു, "നിനക്ക് എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ അതിനുമപ്പുറം ഒരു നല്ല മനുഷ്യനായി വളരണം. അതാണ് ഞങ്ങൾക്ക് അഭിമാനം." കമീലയുടെ മറുപടി കേട്ടിട്ടും കാരുണ്യസായുടെ സംശയങ്ങൾ പൂർണ്ണമായി മാറിയില്ല. അന്ന് ഉച്ചയ്ക്ക് കമീല അസാധാരണമായി അസ്വസ്ഥയായിരുന്നു. ബഷീർ മാമൻ വീട്ടിൽ വന്നു പോയ ശേഷം അവൾക്ക് ദേഷ്യവും നിരാശയും കൂടിയിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം വിശ്രമിച്ചെഴുന്നേറ്റ ഉടനെ അവൾ ഇബ്രാഹിമിനെ വിളിച്ചു. "ഇനിയെങ്കിലും ആ ബഷീർ നമ്മുടെ വീട്ടിലേക്ക് വരരുത്," അവർ കോപത്തോടെ പറഞ്ഞു. എന്താണ് സംഭവിച്ചതെന്ന് ഇബ്രാഹിമും ആയിഷയും ആശ്ചര്യപ്പെട്ടു. കമീല തുടർന്നു, "നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് എന്നെ പഠിപ്പിക്കാൻ അവൻ ആരാണ്? അവൻ്റെ മകളുടെ പഠനം നിർത്തിയതുപോലെ നമ്മുടെ കുട്ടികളെയും നിർത്താൻ പറയുന്നു. ഇന്നത്തെ കന്തൂരിയിലും പോകരുത് എന്നാണ് പറയുന്നത്." അവരുടെ ശബ്ദം ഉയർന്നു. ഇത് കേട്ട് കാരുണ്യസ തൻ്റെ ഭക്ഷണത്തട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് വന്നു. അപ്പോൾ കമീല അവളെ നോക്കി പറഞ്ഞു, "കാരു, ഇവിടെ വാ മോളെ. നീ നന്നായി പഠിക്കണം. ലോകത്തിലെ പഠിച്ച സ്ത്രീകളുടെ നിരയിൽ നീയും ഒരാളാകണം. നിനക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അത്രയും പഠിക്കൂ. ഞാൻ നിന്റെ കൂടെയുണ്ട്." കാരുണ്യസ അമ്പരന്നു. ഇതുവരെ അമ്മൂമ്മയെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് അവൾ കണ്ടിട്ടില്ല. കമീല വീണ്ടും പറഞ്ഞു, "സ്കൂളിൽ പോകുമ്പോൾ ആരെങ്കിലും നിന്നെ കളിയാക്കുകയോ തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ എന്നോട് പറയണം. ഞാൻ നോക്കിക്കൊള്ളാം." പിന്നെ അവർ കുട്ടികളോട് പറഞ്ഞു, "വേഗം തയ്യാറാവൂ, ഞാനും വരുന്നുണ്ടെന്ന് കന്തൂരിക്ക്." ആ നിമിഷം കാരുണ്യസാക്ക് ഒരു പുതിയ പ്രതീക്ഷ ജനിച്ചു. ദൂരെയായി സായാഹ്ന നമസ്കാരത്തിനുള്ള ബാങ്ക് വിളി കേൾക്കപ്പെട്ടു.